ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന് ഇരുവരും മൊഴി നൽകി. കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ പരിമിതിയുണ്ട് എന്ന് കണ്ഠരര് രാജീവര് പ്രതികരിച്ചു. എല്ലാരും കൂടി ഇങ്ങനെ ചോദിച്ചു കൊണ്ടാ ബുദ്ധിമുട്ടാ. SIT കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. നമുക്ക് കൊടുക്കാന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്നത്. അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്ക് നിങ്ങളടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് 2 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് വരെയാണ് കസ്റ്റഡി. പത്മകുമാറിന് എതിരെ നടപടി വൈകുന്നതിൽ CPIക്ക് ആശങ്കയുണ്ട്. നടപടി വൈകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് CPI വിലയിരുത്തുകയാണ്. VV അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, നിർണായകമായ നീക്കങ്ങൾ SITയുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്, പ്രത്യേകിച്ച് തന്ത്രിമാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത പശ്ചാത്തലം. അതേസമയം പത്മകുമാറിന് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ, ഒപ്പം വിവിധ രേഖകൾ പരിശോധിക്കൽ, അങ്ങനെ വലിയ നീക്കങ്ങളുമായി തന്നെ SIT മുന്നോട്ട് പോകുന്നുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷേ, സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അടുത്ത തലത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ ആദ്യം ഉദ്യോഗസ്ഥർ, പിന്നീട് ഭരണ നേതൃത്വം ജയിലിലാണ്. ഇനി ആര് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മന്ത്രിയോ തന്ത്രിയോ എന്ന ചോദ്യം നേരത്തെ തന്നെ ചർച്ചയായിട്ടുണ്ട്. മന്ത്രിമാരിലേക്ക് അന്വേഷണം പോകണമെന്ന് പ്രതിപക്ഷം പറയുന്നു. പക്ഷേ ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് ശബരിമലയുടെ തന്ത്രിമാരിലേക്കാണ്. 2 മുൻ തന്ത്രിമാരെ SIT ഇന്നലെ ചോദ്യം ചെയ്തിട്ടുണ്ട്. SITയുടെ ഈഞ്ചേക്കൽ ഓഫീസ് വിളിച്ചു വരുത്തിയാണ് ഇവരെ SIT മൊഴിയെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമായിരുന്നുവെന്നാണ് ഇവരുടെ മൊഴി. കാരണം അത് നിഷേധിക്കാൻ കഴിയില്ല. വളരെ വ്യക്തമായി തന്നെ തന്ത്രിയുമായുള്ള ബന്ധമൊക്കെ തെളിവുകൾ സഹിതം പുറത്തു വന്നതാണ്. സ്വർണ്ണപ്പാളിയിൽ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരമെന്നാണ് ഇപ്പോൾ തന്ത്രിമാർ മൊഴി നൽകിയിരിക്കുന്നത്. ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തങ്ങളുടെ ചുമതലയെന്നും ഇവർ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കാര്യം ഇവരെ ഈ ക്രമക്കേടിൽ ഇവരുടെ പങ്ക് തെളിയിക്കുന്നതിനുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത്തരം സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ പറഞ്ഞത് എല്ലാം ദൈവതുല്യരായി നമ്മൾ കാണുന്നവർക്കുമൊക്കെ ഇതിൽ പങ്കുണ്ടെന്ന ഒരു പരാമർശം പത്മകുമാർ നടത്തിയിരുന്നു. അതാര് എന്ന ചോദ്യമാണ് സ്വാഭാവികം തന്ത്രിമാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. നേരത്തെ വിജിലൻസിനും ദേവസ്വം ബോർഡിനുമൊക്കെ ലഭിച്ച പരാതികളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണ്ഠരര് രാജീവരുടെ അടുത്ത ബന്ധവും അവരുടെ ഇടപാടുകളുമൊക്കെ സൂചനകൾ, ആരോപണങ്ങളായി തന്നെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലേക്കും അന്വേഷണത്തിന്റെ പരിശോധന പോകും. പത്മകുമാറിനെ അല്പസമയത്തിനകം ഈഞ്ചേക്കലിലെ ഓഫീസിലേക്ക് അന്വേഷണ സംഘം എത്തിക്കും. നാളെ വൈകുന്നേരം വരെയാണ് പത്മകുമാറിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി വിട്ടു നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് പത്മകുമാർ മറുപടി പറയേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. ഏതായാലും ആരുടെയൊക്കെ പങ്കാണ് പത്മകുമാറിൻ്റെ മൊഴിയുടെ ലഭിക്കുക? കൃത്യമായി ഓരോ മൊഴിയിൽ നിന്ന് മൊഴികളിലേക്ക് പുതിയ പ്രതികളിലേക്ക് എത്തുകയായിരുന്നു അന്വേഷണ സംഘം. അങ്ങനെയാണ് പത്മകുമാർ വരെ എത്തി നിൽക്കുന്നത്. പത്മകുമാറിൻ്റെ മൊഴി ആർക്ക് എതിരാകും എന്ന കാര്യത്തിലാണ് വലിയ ആശങ്കകൾ ഇപ്പോൾ പൊതുവിൽ വരുന്നത്. തന്ത്രിമാരിലേക്ക് പോകുമോ, അല്ലെങ്കിൽ അന്നത്തെ മന്ത്രി അടക്കമുള്ള ആളുകളിലേക്ക് പത്മകുമാറിൻ്റെ മൊഴി പോകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് സജീവമായുള്ളത്. അതിന് വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഇതിൽ പത്മകുമാർ ജയിലിലാണെങ്കിൽ പോലും അയാൾക്കെതിരെ ഒരു നടപടിക്ക് CPM തയ്യാറായിട്ടില്ല. കുറ്റപത്രം വരുന്നവരെ കാത്തിരിക്കാമെന്നാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. പക്ഷേ അതിൽ ആശങ്ക CPIക്കുണ്ട്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് CPI ഈ പത്മകുമാറിൻ്റെ പാർട്ടി നടപടി വൈകുന്നത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ തരത്തിലുള്ള ചർച്ചയും ആശങ്കയും ഒക്കെ ഉയർന്നു. പക്ഷേ അവരൊരു പരസ്യ പ്രതികരണത്തിന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തയ്യാറാകാനിടയില്ല. നിർണായക നീക്കവുമായി SIT ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. ഈ ചോദ്യത്തിന് മുന്നിൽ എത്തിയ, അല്ലെങ്കിൽ മൊഴി നൽകാനെത്തിയ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അടക്കം, തന്ത്രിമാരുടെ ഭാഗത്ത് നിന്നടക്കം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാർ കുറ്റക്കാരാണ് എന്ന് കരുതുന്നില്ല എന്ന് K. മുരളീധരൻ. തന്ത്രിമാരെ ചാരി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട എന്നും K. മുരളീധരൻ പറഞ്ഞു. എടുത്തു എല്ലാവരും എടുത്തു. ഏതായാലും സ്വർണം കട്ടതിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കട്ടവൻ പുറത്തു വരണം. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയിൽ ഉള്ളതായിട്ട് ഒരു കംപ്ലൈൻറ്റും ആരും വന്നിട്ടില്ല.
തന്ത്രിമാരെ മറ്റേ സംശയത്തിന് നിഴൽ നിർത്തി യഥാർത്ഥ കള്ളന്മാർ തന്ത്രി പോലും അറിയാണ്ടാണ് സ്വർണ്ണം അടിച്ചുകൊണ്ടുപോയിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ 4ാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. അതുവരെ അറസ്റ്റ് പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചു. താൻ നടപ്പിലാക്കിയത് ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മാത്രമായിരുന്നുവെന്നാണ് ജയശ്രീയുടെ ഹർജിയിലെ വാദം. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണ് എന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നുമാണ് ആവശ്യം.